അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച 20 പരിപാടി അംഗീകരിക്കാമെന്ന് ഇസ്രായേലും ഹമാസും സമ്മതിച്ചു. കെയ്റോയിൽ നടന്ന ചർച്ചകൾ ഏതാണ്ട് വിജയപ്രാപ്തിയിലെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ വെടിനിർത്തലുണ്ടായി. അതിൻ്റെ അർത്ഥം ഹമാസ് അങ്ങോട്ട് വെടിവെക്കുന്നുണ്ടായിരുന്നില്ല. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന കിരാതമായ ബോംബിങ്ങും മിസൈൽ ആക്രമണവും നിർത്തിവെച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിങ്കളാഴ്ച ബന്ദികളെ മോചിപ്പിക്കാം എന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുകയാണ്. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്ന ക്രമത്തിൽ തടവിൽ കഴിയുന്ന പലസ്തീൻകാരിൽ കുറച്ചുപേരെ വിട്ടയക്കാം എന്ന് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തീരുമാനമുണ്ടാകും. ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ചാണെങ്കിൽ ഈ ഗസയുടെ ഭരണം ടോണി ബ്ലെയർ അധ്യക്ഷനായിരിക്കുന്ന ഒരു കമ്മിറ്റി ഏൽപ്പിക്കും. പിന്നീട് സമയം പോലെ സൗകര്യം പോലെ പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഗസ പുനർനിർമ്മിക്കും. അങ്ങനെ അവിടെ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷവും മടങ്ങി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ, സ്വീഡിഷ് അക്കാഡമി വേറെ വല്ല മുടന്തന്യായവും കണ്ടുപിടിക്കുമോ എന്ന് പറയാൻ നമ്മളാളല്ല. ഏതായാലും കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയാണ്. 2 വർഷത്തിൽ അല്പം അധികം നീണ്ടുപോയ ഈ ഏറ്റുമുട്ടൽ ഇവിടെ അവസാനിക്കുകയാണ്. താൽക്കാലികമായി അവസാനിക്കുന്നു എന്ന് വിചാരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം ഇതങ്ങനെ തീരുന്നൊരു പ്രശ്നമല്ല. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 1918 ആരംഭിച്ചാണ്. അത് ഏതാണ്ട് ഈ മലങ്കര സഭയിലെ അന്ത്യോക്യം അതുപോലെ ദേവലോകം തമ്മിൽ ഏറ്റുമുട്ടൽ പോലെയാണ്. അത്ര പെട്ടെന്നൊന്നും തീരാൻ യാതൊരു സാധ്യതയില്ല. എങ്കിൽ പോലും അതിനൊരു താൽക്കാലിക വിരാമമുണ്ടായി എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തിന് വകയുണ്ട്, ആശ്വാസത്തിന് വകയുണ്ട്. മാത്രമല്ല ഇവരുടെ പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാനും അതുപോലെ ഹിസ്ബുള്ളയും ഹൂതികളും എല്ലാവരും ഇതോടെ ആയുധം താഴെ വയ്ക്കും, സമാധാനം തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം യുദ്ധമാകുമ്പോൾ ജയവും തോൽവിയില്ല, തോൽവിയും മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ സ്വത്തുവകളുടെ നാശവും അതുപോലെ ആൾനാശവും ഉണ്ടായി. ഇസ്രായേലിനെ മരിച്ചത് മിക്കവാറും എല്ലാം സൈനികരാണ്. സിവിലിയൻ കേന്ദ്രങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. മറിച്ച് ഹമാസിനെ അങ്ങനെയല്ല. ഗസയിലെ സാധാരണക്കാരായ ആളുകൾ, വയോധികർ, കുട്ടികൾ, സ്ത്രീകൾ, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ഭയങ്കരമായ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കെട്ടിടങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്. ആശുപത്രികൾ തകർന്നു, വിദ്യാലയങ്ങൾ തകർന്നു, കലാലയങ്ങൾ തകർന്നു. ഇനി ഒന്നും ബാക്കിയില്ല. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇതാണ് അവിടുത്തെ ചിത്രം. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള കണക്കെടുപ്പിന് പ്രത്യേകിച്ചൊരു പ്രസക്തിയില്ല. മാത്രമല്ല 20 പരിപാടി വലിയ തട്ടിപ്പാണ്. ഒരു കാരണവശാലും അതിൽ കയ്യൊപ്പ് ചാർത്തരുത്. ചാർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കത്തിക്കൽ കഴിയും എന്ന് നമ്മുടെ മാധ്യമവും സുപ്രഭാതവും ഒക്കെ ഹമാസ് പോരാളികളെ പലവരും ഓർമ്മിപ്പിച്ചാണ്. മീഡിയ വൺ ചാനലിലാണെങ്കിൽ അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന യോഗ്യന്മാർ. ഇങ്ങനെ ഒരു കരാറൊന്നും ഈ നാട്ടിൽ നടപ്പാവുകയില്ല. ഇതിലൊപ്പിടാൻ പാകത്തിന് ബുദ്ധിശൂന്യരൊന്നുമല്ല ഹമാസിൻ്റെ പോരാളികൾ അല്ലെങ്കിൽ പോരാളികളുടെ നേതാക്കന്മാർ എന്ന് ദാവൂദ് വരെ പറഞ്ഞാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹമാസ് ഇതിൽ തുല്യം ചാർത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഹമാസ് തോറ്റു എന്നാണോ? ഇനി ഹമാസ് തോറ്റു എന്ന് ഹമാസ് സമ്മതിച്ചാൽ പോലും നമ്മുടെ ഇവിടെ ഈ മാധ്യമപ്രവർത്തകർ സമ്മതിക്കില്ല, ദാവൂദ് സമ്മതിക്കില്ല, അജിംസ് സമ്മതിക്കില്ല, ദേശാഭിമാനി പത്രാധിപർ സമ്മതിക്കില്ല, ജോൺ ബ്രിട്ടാസ് സമ്മതിക്കില്ല, സാംസ്കാരിക നായകന്മാർ സമ്മതിക്കില്ല. അവരൊക്കെ പറയുന്നത് ഹമാസ് ജയിച്ചു, ഇസ്രായേൽ തോറ്റു എന്നാണ്. മീഡിയ വൺ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നുണ്ട്. ഒക്ടോബർ 7 മുതൽ തന്നെ അവരാവർത്തിച്ച് പറയുന്ന കാര്യം ഇസ്രായേൽ തോറ്റു. ബെഞ്ചമിൻ നെതന്യാഹു ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. പുള്ളി വൈകാതെ വിഷം കുടിക്കേണ്ടി വരും. വിഷം കുടിച്ചില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കും എന്നാണ്. ഏതായാലും ഈ വെടിനിർത്തൽ ഒപ്പിട്ടതോടുകൂടി ഇതുവരെ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ മാറ്റി. 20 പരിപാടി വളരെ പുരോഗമനോന്മുഖമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതോടുകൂടി ഇസ്രായേൽ തോറ്റിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആപ്പീസ് പൂട്ടിയാണ്. ജൂതന്മാർ ഇനി മിക്കവാറും അവിടെ ഉള്ള സ്ഥലം വിറ്റ് വേറെ എവിടെയെങ്കിലും പോകും എന്നുള്ള ഇവർ പഴയ വായ്ത്താരി ആവർത്തിക്കുകയാണ്. അങ്ങനെ ഹമാസിൻ്റെ സമ്പൂർണ്ണ വിജയത്തിൽ ഈ യുദ്ധം അവസാനിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്.
തീർച്ചയായിട്ടും ഗസയിലുള്ള എല്ലാ ഹമാസുകാരെയും കൊല്ലാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. എല്ലാ കെട്ടിടങ്ങളും ബോംബിങ് തകർന്ന് നാമാവശേഷമായിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു വിജയമാണ്. പിന്നെ ബന്ദികളെ ഇസ്രായേലിന് തന്നെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. 10-20 പേര് ജീവിച്ചിരിപ്പുണ്ട്, അവരെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അത് തന്നെ ഹമാസിൻ്റെ ഒരു വലിയ ഔദാര്യം എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഹമാസിനാണ് ജയം. പിന്നെ ഈ ജയം തോൽവി എന്നൊക്കെ പറഞ്ഞൊരു മാനസികാവസ്ഥയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ തോൽക്കുകയും എന്നാൽ വിജയിച്ചായിട്ട് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വിജയം. നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടും ഇല്ല, വിജയം പൂർണ്ണമായില്ല, ഈ അല്പം കൂടി ജയിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അത് തോൽവി തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതായത് ഹമാസിൻ്റെ മാനസികാവസ്ഥ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടെയുള്ള ഹമാസ് പ്രേമികളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും വിജയത്തിൻ്റേതാണ്, ആഹ്ലാദത്തിൻ്റേതാണ്. അവരെല്ലാവരും ഇപ്പോൾ ലാത്തിരി മൂത്തിരി കമ്പിത്തിരിയൊക്കെ പിടിച്ച് കത്തിക്കുകയാണ്. അങ്ങനെ പെരുന്നാൾ അല്പം നേരത്തെ വന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മിക്കവാറും ഉച്ചയ്ക്ക് ജുമാ നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ, ഏറ്റവും കുറച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരെങ്കിലും തെരുവിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇവരുടെ വിജയാഹ്ലാദത്തിൽ ഞാനും പങ്കുചേർന്നു. ഇതുപോലുള്ള വിജയങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വളരെ ബോറായിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹമാസുകാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇത്ര വലിയ യുദ്ധം നടത്തി വിജയിച്ച ആളുകളാണ്. അവരുടെ നേതാക്കന്മാർ പലരും മരിച്ചു. അവരെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായ നാട്ടുകാർക്ക് വലിയ ദ്രോഹം ഉണ്ടായി. എങ്കിൽ പോലും ഇസ്രായേലിനെതിരെ ഇത്ര വലിയ യുദ്ധം ചെയ്ത് ഇതുപോലെ വമ്പിച്ച വിജയം നേടിയ ഒരാളെ ഒരു കൂട്ടരെ നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിൽ അത് മൊത്തത്തിലൊരു കുറവായി പോകും എന്നുള്ളതുകൊണ്ട് ഞാനിവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അവരെ പിന്തുണയ്ക്കുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ പുരോഗമന നവോത്ഥാന മതേതര ചിന്താഗതിക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഹമാസ് ഇനി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.